ഫ്രണ്ട്സ്, ജൂലൈ 16-ാം തീയതിയാണ്. സമയം 11:50 അടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. നമ്മൾ 24,250 പിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രേഡിൻ്റെ ലോജിക്ക് എന്നുള്ളത് നോക്കാം. അതാ ഇവിടെ ഓർഡർ ഫ്ലോ കൺസെപ്റ്റിൽ നമ്മൾ എൻട്രി പുട്ട് ഓപ്ഷനിലേക്ക് നിൽക്കാൻ കാരണം ഒരു അഗ്രസീവായിട്ടുള്ള ഫാള് വരുന്നതിന് മുമ്പ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വോളിയം വന്ന ഒരു ക്യാൻഡിലുകൾ ഈ ക്യാൻഡിലുകളാണ്. ബൈ സൈഡിൽ നന്നായിട്ട് ഡെൽറ്റ വന്ന ക്യാൻഡിലുകൾ. ഈ ഡെൽറ്റകളെല്ലാം ബൈയിങ് ഡെൽറ്റയാണ്. ഈവൻ ഈ ഒരു റെഡ് ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലും അഗ്രസീവ് ബൈ ആണ് വന്നിട്ടുള്ളത്. നെറ്റ് ചെറിയ എമൗണ്ടിലാണെങ്കിൽ പോലും ബൈ ആണ് വന്നത്. ആ ബൈ ഫെയിലാവുന്നു. ഇവിടെ വന്ന ഈ 2 ക്യാൻഡിലെ ബൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലെ ഏറ്റവും കൂടുതൽ ഡെൽറ്റ വന്നിട്ടുള്ള ക്യാൻഡിലെ ബയ്യേഴ്സും ട്രാപ്പിലാണ്. ഫെയിലാവുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ട്രാപ്പിലാണ്. അപ്പോൾ ഇത് വാല്യൂ ഏരിയ, ഈ ദിവസത്തിൻ്റെ വാല്യൂ ഏരിയ ഹൈ ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ സീരീസിൽ ആദ്യത്തെ എപ്പിസോഡ് കാണാം. അതിനകത്ത് നമ്മൾ പറയുന്ന ബേസിക് അസംഷൻസ് ഉണ്ട് മാർക്കറ്റ് പ്രൊഫൈലിലെ കൺസെപ്റ്റിൽ. അപ്പോൾ ഒരു വാല്യൂ ഏരിയ ഹൈയിൽ എത്തിയ പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നുള്ളതാണ് ബേസിക് അസംഷൻ. അപ്പോൾ ആ ബേസിക് അസംഷനിൽ താഴേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ്, ഇതിനുള്ളിലേക്ക് പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആ റീടെസ്റ്റ് എന്നുള്ള പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമ്മൾ കരുതുന്നു. അത് കംപ്ലീറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ വോളിയം വന്ന ഒരു ഏരിയയിലാണ്. പർട്ടിക്കുലർലി ഈ ക്യാൻഡിലൊക്കെയാണ് ആ റീടെസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഡയറക്ഷണൽ വ്യൂ ശരിയായിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. ബ്രേക്ക് ചെയ്താൽ വാല്യൂ ഏരിയൻ്റെ മുകളിലേക്ക് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ മുകളിലേക്കുള്ള ഡയറക്ഷൻ എടുക്കാനുള്ള സാധ്യത ആണ് നമ്മൾ അപ്പോൾ ചിന്തിക്കുക. ഓർഡർ ഫ്ലോവും കൂടെ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് റീഡ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. ഞാൻ ബേസിക് അസംഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബേസിക് അസംഷൻ ഇതിന് മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു പുതിയ ഹൈയിലേക്ക് നീങ്ങുന്നുള്ളതാണ്. ഇതിനകത്ത് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോയിലേക്ക് പ്രൈസ് നീങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഈ ബേസിക് അസംഷനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഡിസിഷൻ എടുക്കും. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഓർഡർ ഫ്ലോയിലുള്ള ഈ കാര്യങ്ങൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കൺഫർമേഷൻ നമ്മൾ എടുത്തെങ്കിലും നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് പെന്നറ്റ് അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മുകളിൽ പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിൽ പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും മുകളിൽ പോകുന്നു, താഴേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് അത് സ്വീപ്പ് ചെയ്തിട്ട് ഒക്കെയാണ് അടുത്ത മുകളിലേക്കുള്ള ബ്രേക്കാണ് ഈ സംഭവിക്കുക. അതല്ല, ഇത് ജനറലി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിൾ പാറ്റേൺ കൺസിഡർ ചെയ്യുന്നത്. പെന്നറ്റ് ആണെങ്കിലും ട്രയാങ്കിൾ ആണെങ്കിലും. അപ്പോൾ ആ ഒരു ബേസിക് ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ താഴേക്ക് പോവുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യത അതുണ്ടതാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ബേസിക് ആ കൺസെപ്റ്റിൽ പറയുന്ന സംഗതി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺ എന്നുള്ള രീതിയിലാണ്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താലും ഇല്ലെങ്കിലും ഇത് റിവേഴ്സലായിട്ട് മാറുകയാണെങ്കിൽ പോലും ഇതിന് താഴേക്ക് ഒരു സ്വീപ്പ് തന്നിട്ട് പ്രൈസ് മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ട് പ്രൈസ് ഒന്നിങ്ങനെ സ്വീപ്പ് ചെയ്ത് ഇവിടെ കുറേ ആളുകളെ സെല്ലിൽ നിർത്തി എന്നിട്ട് പിന്നെ ഇതിന് മുകളിലേക്ക് ബ്രേക്കൗട്ട് ചെയ്ത് അങ്ങനെ പോകാനുള്ള ഒരു സാധ്യത പ്രൈസ് ആക്ഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വരെയുള്ള ആ ഒരു റാലി, ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നൊരു റാലി ഇന്ന് ഉണ്ടാവുകയും ആ റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോഴുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതിനിടയ്ക്ക് സിംഗിൾ ക്യാൻഡലുകൾ ഇങ്ങോട്ട് 1-2 ക്യാൻഡലുകളൊക്കെ വന്ന് നമ്മുടെ ഇവിടെ ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തത് നമ്മളേത് ഉൾപ്പെടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടൊക്കെ ആവാൻ ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയുള്ള പ്രൈസ് ആക്ഷൻ പ്ലസ് ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് പ്ലാൻ ചെയ്യാം. 2 ഡയറക്ഷനിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിട്ടാണ് ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒരേ സമയം കൺസിഡർ ചെയ്യാം സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ ഇത് നമ്മളെന്തായാലും ട്രേഡിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വെയിറ്റ് ചെയ്യാം, വാച്ച് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, സമയം 1:30 ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. 1:5-6 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഹോൾഡ് ചെയ്യാണ്. നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റിയതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തത് ഈ ഭാഗത്തു നിന്നാണ്.
ഓക്കെ, ഈ ഏരിയ അതിൽ വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റിയതുകൊണ്ട് ഇതൊന്ന് ചെറിയ റിവേഴ്സലൊക്കെ വന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സേഫ് ആയിരിക്കും എന്ന് കരുതി നമുക്ക് ഈ ഒരു ലെവൽ വരെയൊക്കെ പ്രൈസ് എത്തുമ്പോഴേക്കും എത്രയാണോ റിവാർഡ് കിട്ടുന്നത് നമ്മൾ 1:10 സെറ്റ് ചെയ്തിട്ടുണ്ട്. 1:10 ഇതിന് മുമ്പ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രിഗർ ആവുമായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ 1:10 എത്തി, ഇവിടെ എത്തുമ്പോൾ 1:10 എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മാനുവലി ഇവിടുന്ന് സ്ക്വയർ ഓഫ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നിലവിലെ പ്ലാൻ. അതല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ റിവേഴ്സൽ സൈൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ ഈ സോൺ ഓക്കെ എങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെൽറ്റയുടെ ഫ്ലിപ്പ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1:5 6 ഒക്കെ എത്തി നിൽക്കുക. 6-7 റേഞ്ചിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻ തന്നെയാണ്. ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്, അവസാനം 2:40 സമയം. നമുക്ക് 1:2 ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ഒരു റിവേഴ്സലിൽ നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നു. സ്ക്രീനിൻ്റെ പുറത്തുനിന്ന് മാറി നിൽക്കുകയായതുകൊണ്ട് 1:3 എന്ന റിസ്ക് റിവാർഡിൽ ഒതുങ്ങേണ്ടി വന്നു. നമുക്ക് ആൾമോസ്റ്റ് 1:6 വരെ എത്തിയതാണ്. പക്ഷേ ആ ഒരു റിസ്ക് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചില സമയത്ത് 1:8 1:10 പോലത്തെ റിസ്ക് റിവാർഡുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ തോട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ. ഇവിടെ നമ്മൾ പാനിക്കുക വലിയ ഞാൻ ഒരു ഘട്ടത്തിൽ ഇത് കാണിച്ചിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ലൈക്ക് 9,000 ഒക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അയ്യോ എനിക്ക് 9,000 അവിടെ ബുക്ക് ചെയ്താൽ കിട്ടുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ പ്രോസസ്സിൽ നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഒരു MTMൽ മാർക്കറ്റിൽ ഇങ്ങനെ എമൗണ്ടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, MTM എമൗണ്ട് അതൊരിക്കലും നമുക്ക് നമ്മുടേതെന്ന് പറയാറായിട്ടില്ല എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു മെച്യൂർഡ് ആയിട്ടുള്ള ട്രേഡറായിട്ട് മാറുന്നത്. അത് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടേതാവുന്നത്. ഇപ്പോൾ ഇതാണ് ഈ 4,000 അടുത്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട്. ഒരു 4K ആണ് നമ്മുടെ എമൗണ്ട് റിയലൈസ്ഡ് PNL എന്ന് പറയുന്നത്. മറ്റേത് ഒരു ഘട്ടത്തിൽ പല ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ ഒട്ടും നിരാശനല്ല. നമുക്കങ്ങനെ ഒരു ഘട്ടത്തിൽ വലിയ പ്രോഫിറ്റ് കാണിച്ചിട്ട് പിന്നെ 1:3 അവസാനിപ്പിക്കും. 1:6 വരെ പോയിട്ട് 1:6ൻ്റെ മുകളിൽ 9,000 വരെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ 1:7 ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്കറിയില്ല അത് എവിടുന്ന് റിവേഴ്സ് ചെയ്യും, എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള റീസൺ ഈ ഒരു ഫാള് ഈ ഒരു ഭാഗത്ത് നല്ല സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേയും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് താഴേക്കായിട്ട് ക്ലോസ് ചെയ്യും എന്നുള്ള അസംഷനിലാണ് കുറച്ചും കൂടെ വലിയ ടാർഗറ്റിൽ നമ്മൾ 1:10 ഹോൾഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ഇത്തരം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് 1:3 എന്ന് പറയുന്നത്. സ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എപ്പോഴാണ് അതിലും വലിയൊരു സംഗതി കിട്ടാനുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെയാണ് സൈക്കോളജിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പരിശീലിക്കേണ്ടത്. തോട്ട്സാണ് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഇമോഷൻസിനെ കൂട്ടുന്നതും എല്ലാം തോട്ട്സാണ്, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ആ ചിന്തകൾ പരിശീലിക്കുക. ആ ചിന്തകൾ നമുക്ക് വളരെ കൂളായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇടയ്ക്ക് ലാഭം കൂടുതൽ കാണിച്ച് കുറഞ്ഞ് ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് ഒരുപോലെ സമീപിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ട്രേഡർ സൈക്കോളജിക്കലി ഡെവലപ്ഡ് ആയി അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി ബിൽഡായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സൈക്കോളജി പ്ലേലിസ്റ്റ് കാണുക. നമ്മൾ 30-ൽ കൂടുതൽ എപ്പിസോഡുകൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ട്രേഡറെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം, ഹാൻഡ് ഹോൾഡ് ചെയ്യപ്പെടണം, ഒരു മെൻറ്ററിൻ്റെ അടുത്തുനിന്ന് സൈക്കോളജി ബിൽഡ് ചെയ്യണം, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരാം. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റൈറ്റ്, ബാക്കി നമ്മുടെ ഒരു യൂട്യൂബ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ബേസിക് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പിൻ്റെ കാര്യം, ട്രേഡിംഗ് മെൻറ്റർഷിപ്പിൻ്റെ കാര്യം, സൈക്കോളജി 1-on-1 മെൻറ്റർഷിപ്പിൻ്റെ കാര്യം ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, ബൈ.